ഇതെന്താണോ ഓരോ ദിവസം ഓരോ വെറൈറ്റി അടിപൊളി ഡ്രസ്സുകളാ. സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും മേടിച്ചെന്നാണോ? ആരാ? ആറ്റിങ്ങിലുള്ള ഒരു ഉഷ ടീച്ചറും ജയചന്ദ്ര സാറും കൂടെ മേടിച്ചു കൊടുത്തതാണ്. ആണോ? വേറെ ഒരു ജയചന്ദ്രൻ സാർ. നമ്മുടെ ശിവകാമി കുഞ്ഞിനെ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അറിഞ്ഞൂടെങ്കിലേ ശിവകാമി കുഞ്ഞ് ഒന്നും പറയില്ല കേട്ടോ. അറിഞ്ഞൂടാ ഇങ്ങനെ നിൽക്കും. അതെ 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 അതെ. പാടാൻ റെഡിയായി വന്നിരിക്കും. നിങ്ങൾ അനാവശ്യമായിട്ട് ഒരൊറ്റ വാക്ക് പോലും സംസാരിച്ചു വരുന്നത് ഞാൻ പാടാൻ പോകണമെന്നാണ്. അപ്പൊ ഇത് പാട്ട് അതാണ്, വെറുതെ ഒന്നല്ല, എന്തൊരു പാട്ടാണ്. നമ്മുടെ കുഞ്ഞ് മിക്കവാറും കൃഷ്ണന്റെ പാട്ടുകളാണ് ഇവിടെ പാടുന്നത് കേട്ടോ. കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ വരുന്നുണ്ടല്ലേ. അതാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു. സിനിമ മറുനാട്ടിലൊരു മലയാളി, സംഗീതം ദക്ഷിണാമൂർത്തി സാറ്, വരികൾ ശ്രീകുമാരൻ തമ്പി സാറ്, വർഷം 1971, പാടിയത് ജാനകിയമ്മ. വെരി ഗുഡ്. ഈ സാറ് എന്ന് പറയുന്നത് ശരിക്കും തിരുവനന്തപുരം വരും കേട്ടോ. കൊള്ളാം. പാട്ട് കേൾക്കാം അല്ലേ? നമുക്ക് പാട്ട് കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ശിവകാമി കുട്ടി. താങ്ക് യു. വെരി ഗുഡ് മോളെ.
വെരി ഗുഡ് മോളെ. ശിവകാമിക്കുട്ടി ഉഗ്രനായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി കേട്ടോ. ശിവകാമിക്കുട്ടിയുടെ ഈ പ്രായം വെച്ച് നോക്കുമ്പോഴും പിന്നെ ഈ ചാരുകേശി രാഗം അത് പഠിച്ചിട്ടില്ലല്ലോ, ഈ പാട്ട് കേട്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. എന്നിട്ട് ഇത്ര നന്നായി പാടിയെങ്കിൽ നിസ്സാരക്കാരിയല്ല ശിവകാമിക്കുട്ടി അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ആകെ എനിക്കൊരു പ്രശ്നം തോന്നിയത് സാഗര ചുംബനമായിട്ട് തുടങ്ങിയില്ലേ അനുപല്ലവി, അത് തുടങ്ങിയപ്പോൾ ശ്രുതി ഇത്തിരി കൺഫ്യൂഷനിലായിപ്പോയി. അതാണ് എനിക്ക് തോന്നിയത്. ഗോവർദ്ധന കുറച്ചും കൂടി ഒന്ന് അതിന് അക്ഷരത്തിന് കുറച്ചും കൂടി പാടി. ഗോവർദ്ധനഗിരി. ഓക്കെ, യെസ്, അതൊന്ന് കറക്റ്റ് ആക്കിയാൽ മതി. ബാക്കിയുള്ള എല്ലാം എനിക്കിഷ്ടായി, വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. നമ്മുടെ കുഞ്ഞിന്റെ, ശിവകാമി കുഞ്ഞിന്റെ ഏറ്റവും വലിയ വജ്രായുധം എന്താണെന്നറിയാമോ? സീക്രട്ട് വെപ്പൺ. ദേ കഴുത്തി കിടക്കണോ? അത് മനസ്സിലാണ് കിടക്കുന്നത്. എന്താ വെച്ചാൽ ഒബ്സർവേഷനാണ്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആ കുഞ്ഞ് ഇത്രയും ഈ പൊടിടപ്പി പോലെ ഇരിക്കുമെങ്കിലും ചുന്ദരിയാണെങ്കിലും ഈ കുഞ്ഞല്ലേ, അപ്പൊ കുഞ്ഞിന് ഒബ്സർവേഷനാണ്. ഏത്, എങ്ങനെ, എപ്പോ, ഏത് രീതിയിൽ അവതരിപ്പിക്കണം, ഓരോ നോട്ടും അവതരിപ്പിക്കണം, അതിനെപ്പറ്റി വളരെയധികം ഒബ്സർവേഷൻ ഉണ്ട്. അത് സൈലന്റ് ഒബ്സർവേഷനാണ്. നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിനെ. അത് മിണ്ടാതിരുന്ന് എല്ലാം ഇങ്ങനെ പകർത്തി എടുത്ത് ആ പകർനാട്ടമാണ് പെർഫോമൻസ് ആയിട്ട് എപ്പോഴും നമ്മുടെ ശിവകാമി കുഞ്ഞ് കൊണ്ടുവരുന്നത്. അപ്പൊ ശിവകാമി കുഞ്ഞ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്വയം അനുഭവിച്ചാലേ അനുഭവിപ്പിക്കാൻ പറ്റും. അത് പാട്ട് അങ്ങനെയാണല്ലോ. അപ്പൊ സ്വയം അനുഭവിക്കുന്നു, എന്നിട്ട് അത് അനുഭവിപ്പിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഗംഭീരാണ്, അങ്കിളിന് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അത് ഈ കുഞ്ഞിന്റെ വലിയ പ്രത്യേകതയാണ്. അപ്പൊ ശരിക്കും മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ ജയിക്കാനുള്ള ഒരു സംഭവമാണ് അല്ല. എൻ്റെ കാഴ്ചയിൽ അത് സ്വയം കണ്ടെത്താനുള്ള ഒരു കാഴ്ചയാണ്. ഓരോ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ സ്വയം കണ്ടെത്തും. അപ്പോൾ അവിടെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഹിറ്റാക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ കണ്ടെത്തുന്നു ഏത് ജനസിലുള്ള. അപ്പോൾ അതുപോലെയാണ് മോളും അത് കണ്ടെത്തണം, സ്വയം ഇങ്ങനെ കണ്ടെത്തുകയാണ്. നമുക്ക് ഓരോ പെർഫോമൻസിലും മീനുട്ടാ നമുക്ക് ശിവകാമി കുഞ്ഞിനെ, ഒരു പുതിയ ശിവകാമി കുഞ്ഞിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഈ കുഞ്ഞ് ഈ പ്രായത്തിലും ഇതൊന്നും അറിയാതെ തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വർഷത്തിലുള്ള ജീവിതത്തിലാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ ഈ കുഞ്ഞ് ഇപ്പോഴേ അത് മനസ്സിലാക്കുന്നു. കുഞ്ഞിന്റെ വയസ്സിൽ ഞാൻ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇതിന്റെ ഒരു 10% പോലും ഞാൻ പാടുകയോ പാട്ടിനെ പറ്റി അറിയുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശിവകാമി കുഞ്ഞ് അങ്ങനെ വരുമ്പോഴത്തേക്ക് എവിടെ എത്തേണ്ട ആളാണ്. തീർച്ചയായിട്ടും ആ ഭാഗ്യവും ബ്ലെസ്സിങ്ങും കൂടെ വരും, അപ്പോഴത്തേക്ക് അങ്ങനെ എത്തും, അത് സംശയമില്ല. അതുകൊണ്ട് ഈ പാട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ സാഗര പോലെ തന്നെ ചിന്താ മലരുകൾ, പിന്നെ നേരത്തെ പറഞ്ഞ മാമക ഹൃദയം, ഇങ്ങനെയുള്ള ചില സ്ലിപ്പുകളുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കൊണ്ടുവരാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം രാമായണക്കാറ്റെ പാടിയപ്പോഴും ആ മേളിലുള്ള ഹയർ ഒക്ടേവ്സിലുള്ള ആ റേഞ്ചിലുള്ള ആ വോയിസ് വളരെ സ്വീറ്റ് ആണ്. അതിൽ സ്ട്രെയിൻ ഇല്ല, പാടുമ്പോ സ്ട്രെയിൻ ഇല്ല, അത് ഈസി ഗോയിങ് ആണ്. അത് ഭയങ്കര രസമായിട്ടുള്ള കാര്യം. അപ്പൊ ആ നോട്ട്സ് അവിടെ നന്നായിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. നമ്മളിങ്ങനെ വിളിക്കുന്നു ഇവിടെ നമ്മളുണ്ടേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു ഫീലാണ്. അതൊക്കെ ഗംഭീരമാണ് ശിവകാമി കുഞ്ഞ്. അപ്പൊ ഗ്രാൻഡ് കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് 1-2 പെർഫോമൻസ് എന്തൊക്കെയോ ടെൻഷൻ, വയ്യായിക, ഇതൊക്കെ കാരണം എന്തോ അത്രയും നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല, കുറച്ചൊരു ലോ ആയി. ഇപ്പൊ ഉഷാറാണ്, ഉഷാർ ചെറിയ ഉഷാറല്ല, വലിയ ഉഷാറായിട്ടുണ്ട്. സുഭാഷ്, ശിവകാമി കുഞ്ഞെ, എനിക്ക് ആ ചിരി എന്ത് ഇഷ്ടാന്നറിയോ? ആ ചിരി എപ്പോഴും ഉണ്ടാവണം കേട്ടോ മുഖത്ത്. എനിക്ക് അത് മാത്രമേ ഉള്ളൂ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി. ഞാനും ആലോചിക്കായിരുന്നു ഇത്രയും ടഫായിട്ടുള്ള ഒരു പാട്ട് ശിവകാമി കുട്ടി എങ്ങനെ പാടും എന്ന് ആലോചിക്കായിരുന്നു. പക്ഷെ എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നന്നായിട്ട് പാടും എന്നുള്ളത് ഒരു ഉറപ്പുണ്ട്. ശിവകാമി കുട്ടി മുന്നേ പാടിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അറിയാം, ഈ പാട്ടും എന്തായാലും ശിവകാമി കുട്ടിയുടെ കയ്യിൽ അത് സേഫ് ആണെന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തോടെ ഇരുന്ന് കേട്ടു. ഞാൻ കേട്ടപ്പോ അടിപൊളിയായിട്ട് പാടിയേക്കുന്നു, മിടുക്കിയായി പാടി കേട്ടോ. ആ ഗോവർദ്ധനഗിരി, ആ നോട്ട്സ് ശിവകാമി കുട്ടിയുടെ ആ ശബ്ദത്തിൽ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടി. ആ ഹയർ രജിസ്റ്ററിൽ ക്രിസ്റ്റൽ ക്ലിയർ ആവും ശബ്ദം. അത് ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മൊത്തത്തിൽ അടിപൊളിയായി പാടി. നല്ല കോസ്റ്റ്യൂം, നല്ല പാട്ട്, നല്ല കോൺഫിഡൻസ്, നല്ല ശബ്ദം. ഓൾ ദി ബെസ്റ്റ്. മധോകൾ, ഈ മൂവിയിൽ തന്നെ വേറൊരു നല്ല പാട്ടില്ലേ? ഉണ്ട്.
നല്ലൊരു പാട്ടാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേര് ദാസേട്ടനും പാടിത്തരോ? ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ട് അതന്നെ അല്ലേ? അതെ. മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസ്സിലെ നവരത്ന വീണയിൽ നാഗസദസ്സിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരു ഉഷസന്ധ്യയാ മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യയാ താങ്ക് യു മാധവൻ. താങ്ക് യു. ശിവകാമിക്കുട്ടി, എന്താ എത്ര മാർക്ക് വേണം ഇന്ന്? ഇത്രയെങ്കിലും മതി. എത്രയെങ്കിലും മതിയോ? മതി. ആ. എത്രയെങ്കിലും ഒരു മാർക്ക് പറഞ്ഞു. ഏകദേശം നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് എത്ര 65 ആണോ? 55 തരാം. മതിയോ? മതിയോ? അത് വലിയ താല്പര്യമില്ലായിരുന്നു ചേച്ചി. എന്നാ പോട്ടെ, 75 ആയിക്കോട്ടെ. താല്പര്യമില്ല. 85 85 ഇല്ല. അതും പറ്റില്ല. 95 എന്നാ ഞാൻ ഒരു മാർക്ക് പറയട്ടെ. It is going to be 99 out of 100 for ശിവകാമിക്കുട്ടി today. ശിവകാമിക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ഹരി ചേച്ചി, ഓ വെൽക്കം. ശിവകാമിക്കുട്ടിന്റെ കിടിലൻ ഉടുപ്പുകളുടെ കൂടെ ഒരു ഉടുപ്പും കൂടെ, ഒരു കിടിലൻ ഉടുപ്പും കൂടെ. ഒരു പൊന്തുവൽ കൂടി. ഒരു പൊന്തുവൽ. ബോക്സിന്റെ ഒരു ഉടുപ്പാണ്. ഒരു ഉടുപ്പ് നമ്മുടെ ശിവകാമിക്കുട്ടിക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു ഹരി ചേച്ചി. താങ്ക് യു ശിവകാമിക്കുട്ടി. ബൈ ബൈ.